നമസ്കാരം. രാഹുൽ ഗാന്ധി എന്ന് കേൾക്കുമ്പോൾ, ക്ഷമിക്കണം, പപ്പുമോൻ എന്ന് കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയ്ക്കും ട്രോളർമാർക്കും ഒരു വല്ലാത്തൊരാഘോഷമാണ്. കാര്യം, തങ്ങൾക്കുള്ള ഇര സ്വാഭാവികമായി വലയിൽ വന്ന് കയറുന്നു എന്നുള്ളൊരു മട്ടിലാണ് അവരൊക്കെ ഇരിക്കുന്നത്. രാജ്യസഭയിലും പാർലമെന്റിലുമൊക്കെ രാഹുൽ ഗാന്ധി പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ടിട്ട് സത്യത്തിൽ കോൺഗ്രസ്സുകാരും ഇന്ത്യ മുന്നണിയുമൊക്കെ മാറിയിരുന്ന് ചിരിക്കുക എന്നുള്ളൊരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ അതും പോരാഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്ക് കൂട്ടായിട്ട് സഹോദരി പ്രിയങ്ക വാദ്രയും രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് പാലസ്തീന് ഐക്യദാർഢ്യവുമായി തണ്ണിമത്തൻ പതിപ്പിച്ചൊരു ബാഗുമായിട്ടൊക്കെ, തണ്ണിമത്തൻ്റെ സിമ്പൽ പതിപ്പിച്ചൊരു ബാഗുമായിട്ടൊക്കെ പാർലമെന്റിലേക്ക് എഴുന്നള്ളിയതായിരുന്നു പ്രിയങ്ക വാദ്ര. സത്യത്തിൽ വയനാടിന് പ്രതിസന്ധി ഉണ്ടായി. ആ സാഹചര്യത്തിൽ വയനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് ഇലക്ഷൻ സമയത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരു വലിയ പ്രചരണം നടത്തി എന്നുള്ളത് മാത്രമാണ്. എന്നിട്ടും സാധാരണക്കാരായ ജനങ്ങൾ ഇവരുടെ ഉഡായിപ്പ് മനസ്സിലാക്കാതെ വീണ്ടും പ്രിയങ്ക വാദ്രയ്ക്ക് തന്നെ വോട്ട് ചെയ്ത് പ്രിയങ്ക വാദ്രയെ വിജയിപ്പിച്ചു. ഇപ്പോഴിതാ ഒരാവശ്യവുമില്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗി ആദിത്യനാഥിനെ ചൊറിയാൻ ചെന്നതാണ് ഈ പറയുന്ന പ്രിയങ്ക വാദ്ര. പക്ഷേ ചുരുട്ടിക്കൂട്ടിയെടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞിട്ടുണ്ട് യോഗി ആദിത്യനാഥ്. കാഷായ വസ്ത്രധാരിയാണെന്ന് കരുതി മെക്കിട്ട് കയറാൻ ചെന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന വ്യക്തിയല്ല യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന അങ്ങേയറ്റം മോശമായി കിടന്ന ഒരു സംസ്ഥാനത്തെ ഇന്ന് ഭാരതത്തിൻ്റെ ഏറ്റവും തലപ്പത്തെത്തിച്ച ഒരു വ്യക്തിയാണ് ഈ കാഷായ വസ്ത്രധാരിയായ യോഗി ആദിത്യനാഥ്. തൻ്റെ വാക്ക് 100% തൻ്റെ ജനങ്ങളോടുള്ള നീതിയാണെന്ന് എപ്പോഴും പറയുന്ന അദ്ദേഹം തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ബുൾഡോസറുകളെപ്പോലും പോലീസിന് പകരം രംഗത്തിറക്കിയിട്ടുണ്ട്. ആ വ്യക്തിയോടാണ് പ്രിയങ്ക വാദ്രയുടെ ഇത്തരത്തിലുള്ള ചൊറിച്ചിലുകൾ കാണിക്കുന്നത്. യുപിയിലെ ജനങ്ങൾ ഇസ്രായേലിൽ ജോലിക്ക് പോകുമ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യവുമായി തണ്ണിമത്തൻ ബാഗുമായി പാർലമെന്റിലേക്ക് വരുന്ന ആ ഒരു മനക്കെട്ടി മാത്രമാണ് പ്രിയങ്ക വാദ്രയ്ക്ക് ഉള്ളതെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞു വെച്ചത്. സത്യത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള വലിയ ആർഭാടങ്ങളും അല്ലെങ്കിൽ പേരിന് വേണ്ടി ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രിയങ്ക വാദ്രയ്ക്കും എന്താണ് സംഭവമെന്ന് അറിയത്തില്ല. എന്തായാലും ഇത്തരത്തിൽ പാർലമെന്റിനകത്തേക്ക് ഐക്യദാർഢ്യ ചിഹ്നങ്ങളുമായും ബാഗുമായും ഒക്കെ കടന്നു വന്ന പ്രിയങ്ക വാദ്രയെ യോഗി ആദിത്യനാഥ്, കാഷായ വസ്ത്രധാരിയായ യോഗി ആദിത്യനാഥ് ചുരുട്ടിക്കൂട്ടി പാർലമെന്റിന് പുറത്തേക്ക് തന്നെ എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കുക, യോഗി ആദിത്യനാഥിനോടൊക്കെ സംസാരിക്കാൻ മുട്ടാൻ നിൽക്കുമ്പോൾ അത് അത്ര നല്ലതിനാകില്ല എന്ന് പ്രിയങ്ക വാദ്ര മനസ്സിലാക്കുക. എന്തായാലും സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാർക്ക് രാഹുൽ ഗാന്ധി മാത്രമല്ല, ഇനി പ്രിയങ്ക വാദ്രയും കൂട്ടിനുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.